അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായീൽ വബഅത്നാ മിൻഹും 12 നഖീബ വഖാല അല്ലാഹു ഇന്നി മഅകും ലഇൻ അഖംതുമുസ് സ്വലാത വആതൈതുമുസ് സകാത وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. സൂറത്തുൽ മാഇദയിലെ 12ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിലേക്ക് കടക്കുമ്പോൾ ഈ ആയത്തും ഇതിനു മുമ്പുള്ള ആയത്തുകളും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് 3 കണക്ഷനുകളാണ് നമ്മൾ പറയാം. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വമീസാഖഹുല്ലദീ വാസഖക്കും ബിഹി, നിങ്ങൾ അള്ളാഹുമായി എടുത്തിട്ടുള്ള കരാറ് നിങ്ങൾ ഓർക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും കരാറ് ലംഘിച്ച വിഭാഗത്തെക്കുറിച്ചുള്ള സൂചന പരാമർശിക്കണം. കാരണം അങ്ങനെ നിങ്ങൾ ആവരുത് എന്നുള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ബനു ഇസ്രായേലിനെ കുറിച്ച് ഈ ആയത്തിൽ പറയുന്നത്. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു സ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും എന്ന് പറഞ്ഞിടത്ത് അത് ബനു ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദര റസൂലിനെ വധിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോ യഹൂദര് ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ച്, മേച്ചവൃത്തികളെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അതിലേറ്റവും സുപ്രധാനമായിരുന്നു എന്ത്? അവരുടെ കരാർ ലംഘനം എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമതായിക്കൊണ്ട് ഇത് വിശേഷിപ്പിക്കുന്നത്. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ലോകത്തിന്റെ നേതൃത്വം വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്തിന്റെ ഉത്തരവാദിത്വം നൽകിയപ്പോൾ അതിന് മുമ്പ് നൽകപ്പെട്ടിരുന്ന വിഭാഗമാരായിരുന്നു? ബനു ഇസ്രായേലായിരുന്നു. അതുകൊണ്ട് അവർക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ വീഴ്ചകൾ ഇന്നതായിരുന്നു എന്ന് ഓരോന്നോരോന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നത്. അപ്പൊ ഈ 3 ബന്ധങ്ങളാണ് ഈ ആയത്തും ഇതിനു മുമ്പുള്ള ആയത്തുകളും തമ്മിൽ ഉള്ളത്. ഓക്കെ, ഇതാണ് അതിന്റെ ആമുഖം എന്നുള്ളത്. ഇനി നമുക്ക് ആയത്തിലേക്ക് കടക്കാം. ഒരുപാട് പദങ്ങളുണ്ട്, പുതിയ പദങ്ങളുണ്ട്. വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായേൽ. വാവുൽ ആത്ഫ് എന്നാണ് സാധാരണ പറയാം. എന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞു പോയതിനെ അതിന്റെ തുടർച്ചയായിട്ട് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാ മുഹമ്മദുൻ വ അഹ്മദ് എന്ന് പറയുന്നത് പോലെ മുഹമ്മദും അഹ്മദും വന്നു. അപ്പൊ അതിന് വാവുൽ അത്ഫ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ഇതും എന്നൊക്കെ നമ്മൾ ചേർത്ത് പറയുന്നതിനാണ് വാവ് ഉപയോഗിക്കുന്നത്. അപ്പൊ വലഖദ്, ലഖദ് എന്ന് പറയുന്നത് ലാമ് തഅ്കീദിനെ കുറിക്കുന്നതാണ്. അതുപോലെ ഖദും തഅ്കീദിനെ കുറിക്കുന്നതാണ്. പക്ഷെ ഖദിന്റെ ഒരു പ്രത്യേകത, ഖദ് ഫിഅല് മാളിന്റെ പിന്നിൽ ഖദ് ദഹബ എന്ന് പറഞ്ഞാൽ തീർച്ചയായും പോയി. എന്നാൽ ഖദ് യദ്ഹബു എന്ന് പറഞ്ഞാൽ ചിലപ്പോ പോയേക്കാം എന്ന് പറഞ്ഞാൽ മുളാരിയന്റെ പിന്നിൽ ചേർക്കുമ്പോൾ അതിന്റെ അർത്ഥം ദുർബലപ്പെടുകയാണ് ചെയ്യുക, വീക്കാവുകയാണ് ചെയ്യുക. എന്നാൽ മാളിയുടെ പിന്നിൽ ചേർക്കുമ്പോൾ സ്ട്രോങ് ആവുകയാണ് ചെയ്യുക. എവിടെ എന്തിന്റെ പിന്നിലാണുള്ളത്? മാളിയായ ഫീലാണ്. അള്ളാ എടുത്തു, അഖദ എന്ന് പറഞ്ഞാൽ എടുത്തു. അപ്പോൾ സ്വാഭാവികമായും വലഖദ് എന്നുള്ളത് അതിന്റെ ഗൗരവത്തെ കുറിക്കുന്നതാണ്. അപ്പൊ അത്രയും ഗൗരവമുള്ള ഒരു സംഗതി സ്വാഭാവികമായും ലംഘിച്ചാൽ അത്രത്തോളം ശിക്ഷയുണ്ടാവും എന്നുള്ളത് കൂടി കുറിക്കാനാണ്. അപ്പൊ വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായേൽ. അഖദ എന്ന് പറഞ്ഞാൽ എടുത്തു. അഖദ എന്ന് അറബി ഭാഷയിൽ പറയുന്ന അതിന്റെ കൂടെ തന്നെ ഇത്തഖദ എന്നും പറയും. അഖദയും ഇത്തഖദയും തമ്മിൽ വ്യത്യാസമുണ്ട്. അഖദ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു എന്നുള്ളതാണ്. അത് കരാറെടുക്കുന്നതിന് പറയാം, ഒരു വസ്തു എടുക്കുന്നതിന് പറയാം, അതല്ലെങ്കിൽ ശിക്ഷ കൊണ്ട് പിടികൂടുന്നതിനൊക്കെ വിശുദ്ധ ഖുർആൻ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഇത്തഖദ എന്ന് പറഞ്ഞാൽ തൃപ്തിയോടുകൂടി സ്വീകരിക്കുക എന്നാണ്.
അതാണ് തബിഅ, ഇത്തബഅ, അഖദ, ഇത്തഖദ ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഈ സാധാരണ എന്താണ് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്, സൂറത്ത് തൗബ 33. അപ്പോൾ അവരുടെ പുരോഹിതന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ പണ്ഡിതന്മാരെയൊക്കെയും റബ്ബുകളായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സ്വയം സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുന്നതാണ് ഇത്തഖദ എന്നുള്ളത്. അത് ഈ അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ സ്വീകരിച്ചവിടത്തൊക്കെ വിശുദ്ധ ഖുർആന്റെ പ്രയോഗം മിക്കവാറും എന്താണ് ഇത്തഖദ എന്നാണ്. അതുപോലെ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആയത്തുകളിൽ ഈ പദം നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അഖദയും ഇത്തഖദയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പൊ അഖദ ഇത് എന്താണ് അള്ളാഹു എടുത്ത കരാറാണ്. അതുകൊണ്ട് ഇതിന്റെ ഫായിൽ ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു കരാറെടുത്തു എന്ന് പറഞ്ഞാല് പടച്ചതമ്പുരാൻ എടുത്ത കരാറാണ്. അപ്പൊ അത് അതിന്റെ ഗൗരവത്തെ കുറിക്കാനാണ്. പിന്നെ അള്ളാഹ് എന്നുള്ള പദം ഞാൻ മുമ്പ് വിശദീകരിച്ചാണ് അൽ ഇലാഹ് എന്നുള്ളതിൽ നിന്നാണ് എന്ന് ചില ഭാഷാ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ആ പദത്തിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞിരുന്നു. എല്ലാ അക്ഷരങ്ങളും അള്ളാഹ് എന്നുള്ള പദത്തിലെ എല്ലാ ഹർഫുകളും അള്ളാഹുവിനെ കുറിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇത് അള്ളാഹ് എന്ന് പറഞ്ഞാല് അള്ളാഹ് എന്ന് പറയാം, അള്ളാഹു അക്ബർ എന്നോ നമ്മൾ സാധാരണ പറയുന്ന അള്ളാഹ്. ഇതിലെ ഈ അലിഫ് പോയാല് ലില്ല എന്നാണ്. ലില്ലാഹി മാഫി സമാവാത്തി എന്ന് പറയുന്ന ലില്ല, അള്ളാഹുവിനുള്ളത് എന്ന് പറയുന്നതാണ്. ഈ ലാമ് പോയാല് ലഹു മാഫി സമാവാത്തി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ഹർഫുകളും ഈ ലാമ് പോയാൽ ലാസ്റ്റ് ഹു എന്നാണ്. ഹു എന്നുള്ള ലൊമീർ ഹുവ എന്നുള്ളതിനെ കുറിക്കുന്നതാണ് ഹുവല്ലാഹു എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഹർഫുകളും അള്ളാഹുവിനെ കുറിക്കുന്ന പദമാണ് യഥാർത്ഥത്തിൽ അള്ളാഹ് എന്നുള്ള പദം. അപ്പൊ പടച്ചവനെ കുറിക്കാൻ അതിനേക്കാൾ ഫിറ്റ് ആയിട്ടുള്ള ഒരു പദം ഒരു പക്ഷെ അറബി ഭാഷയിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് പറയണം, കാരണം അതൊക്കെ ആവർത്തനമായത് കൊണ്ടാണ്. അപ്പോൾ പുതുതായി വരുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അവർക്ക് പിന്നീട് ചോദിക്കാവുന്നതാണ്. ഓക്കെ. വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായേൽ. മീസാഖ് എന്നുള്ളതും നമ്മൾ മുമ്പ് പഠിച്ച സാധനമാണ്. മീസാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കരാറ് എന്നാണ് പറയാറുള്ളത്. അത് എവിടുന്ന് വന്നതാണ്? ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അർളുൻ വസിഖത്തുൻ. അർളുൻ വസിഖത്തുൻ എന്ന് പറഞ്ഞാല് കസീറത്തുൽ ഇഷ്ബ്, ധാരാളം പുല്ലുള്ള ഭൂമിക്കാണ് എന്ത് പറയുക? അർളുൻ വസിഖത്തുൻ എന്ന് പറയുന്നത്. അതുപോലെ കലഉൻ മൂസിഖുൻ വ മാഉൻ മൂസിഖുൻ എന്ന് പറയും. ധാരാളം വെള്ളമുള്ള, ധാരാളം പുല്ലുള്ള എന്ന് പറഞ്ഞാല് അക്കാലത്ത് നാൽക്കാലികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വീട് വെക്കാൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളൊക്കെ അവർ തിരഞ്ഞെടുക്കുന്ന, പിന്നെ ഒന്നും പേടിക്കാനില്ല, വിശ്വസ്തയോടുകൂടി സ്വന്തം കുടുംബത്തെ കൊണ്ടുവന്ന് കെട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വന്തം കാലികളെ ചെന്ന് കെട്ടാൻ പറ്റുന്ന സ്ഥലമാണ് എന്ത്? അർളുൻ വസിഖത്തുൻ. അതാണ് മീസാഖ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടുകൂടി എടുക്കുന്ന കരാർ. അള്ളാഹുവിനോട് കരാർ എടുക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന് നമ്മുടെ ജീവിതത്തെ കെട്ടിവെക്കുകയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിനാണ് എന്ത് പറയുക? മീസാഖ് എന്ന് പറയുക. അതിന്റെ അസ്ല് യഥാർത്ഥത്തിൽ മിവ്സാഖ് എന്നാണ്. അത് പിന്നെ മീസാഖ് എന്നാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇതും ആവർത്തനമാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് കടന്നു വന്നിട്ടുള്ള പദമാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോ വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായേൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിൽ നിന്ന് കരാറെടുത്തിരിക്കുന്നു. ബനി ഇസ്രായേൽ, നമ്മൾ ജൂതന്മാരെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ ചർച്ചകൾ വരും. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നത്, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയാണ്, സന്താന പരമ്പരയാണ് എന്ത്? ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം വിശുദ്ധ ഖുർആൻ ഈ പദം പ്രയോഗിക്കുമ്പോൾ സാധാരണ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ മൂസാ നബിയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഈ പദം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഇസ്രായേൽ ഈ സമൂഹത്തിലേക്ക് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. അതിൽ പ്രവാചകന്മാരെ അവർ വധിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെ അവരെ വളരെ മോശമായ രൂപത്തിൽ പ്രവാചകന്മാരോട് അവർ പെരുമാറിയിട്ടുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നിരന്തരമായിട്ട് പറയുന്ന ഒരു ചരിത്രമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനില് ഒറ്റ പേരിൽ, ഈ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്, ബനു ഇസ്രായേൽ എന്നും ഇസ്രാ എന്നും ആ സൂറത്തിന് പേരുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറത്താണത്. അപ്പൊ വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായേൽ, ഇതാണ് ആയത്തിന്റെ ഒന്നാമത്തെ ഭാഗം. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയാണ്. നിങ്ങളോട് ഞാൻ പറയാണ്, അള്ളാഹു
ബനു ഇസ്രായേലിൽ നിന്ന് കരാറെടുത്തു. പക്ഷെ അടുത്ത സെന്റൻസ് വരുമ്പോൾ അതിന്റെ രൂപം മാറാണ്. നാം അവരിൽ നിന്ന് 12 നഖീബുമാരെ തിരഞ്ഞെടുത്തു. നേരത്തെ അള്ളാഹ് എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ എന്താ പറയുന്നത്? നാം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. ഞാനിപ്പോ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അനുഭവം ഇങ്ങനെ പറയും. അപ്പൊ കുറച്ച് അകലെയാണ് എന്ന് പറഞ്ഞാൽ ആ അനുഭവം നിങ്ങളുമായിട്ട് അത്ര കണക്റ്റഡ് അല്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്റെ അനുഭവം പറയാണ്. അപ്പോ അത് സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി നിങ്ങൾ എന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഈ ഒരു മാറ്റത്തിന് അറബി ഭാഷയിൽ അൽ ഇൽത്തിഫാത്ത് എന്നാണ് പറയാ. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അങ്ങനെ ഈ എന്താണ് ലമീറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് ഇൽത്തിഫാത്ത് എന്നാണ് പറയാം. അത് എന്തിനുള്ളതാണ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ആളുകളെ അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ വായനയിലേക്ക്, ആയത്തുകളിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള പ്രയോഗമാണ്. ഓക്കെ, അതാണ് ബഅസ്ന എന്ന് അവിടെ നാം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ബഅസ എന്നുള്ള പദം നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള പദമാണ്. എന്താണ് ബഅസ എന്ന് പറഞ്ഞാല്? എന്താണ് ബഅസ എന്ന് പറഞ്ഞാല്? പുനരുജ്ജീവിപ്പിച്ചു എന്നൊക്കെയാണ് അല്ലെ. ഇതാണ് നമ്മൾ സാധാരണ നമുക്ക് പരിചയമുള്ള ഒരു പദമാണ്. ഓക്കെ, അറബി ഭാഷയില് ബഅസ എന്ന് പറഞ്ഞാല് ബഅസ്തുൽ ബഈറ എന്ന് പറഞ്ഞാല് അസർതുഹു വസയ്യർതുഹു. ഒരു ഒട്ടകം എന്താണ് ഇങ്ങനെ കുറ്റിയടിച്ചു നിൽക്കുന്ന സമയത്ത് അതിനെ ഇളക്കി ഞാനിങ്ങനെ ചലിപ്പിക്കുന്നതിനാണ് എന്ത് പറയുക? ബഅസ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കുറെ നേരം താമസിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇളക്കി വിടുന്നതാണ്. അതുകൊണ്ടാണ് വൽ മൗത യബ്അതുഹുമുല്ലാഹ്, മരണപ്പെട്ട ആളുകളെ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഇതേ പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തില് സുമ്മ ബഅസ്നാഹും ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിഥു എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ കുറെ കാലം അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അവരെ ജീവിപ്പിച്ചു. അങ്ങനെ കുറെ കാലം ഒരിടത്ത് കുറ്റിയടിച്ച് നിൽക്കുന്നതിന് അവിടുന്ന് ഇളക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ഭാഷയില് ബഅസ എന്നുള്ള പദം പ്രയോഗിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് അതിന്റെ അർത്ഥം കുറച്ചുകൂടി വിശാലമാക്കിയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് സാധാരണ ഇപ്പോ ഒരു നാട്ടിലേക്ക് കുറച്ച് കാലത്തിന് ഒരാളെ നിയോഗിച്ചാൽ അവിടെ എന്ത് പറയും? ബഅസ എന്ന് പറയും. അപ്പൊ ഇവിടെയാണ് ബഅസയും അർസലയും തമ്മിലുള്ള വ്യത്യാസം കടന്നു വരുന്നത്. അർസല എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ദൂതനെ അയച്ചു എന്നാണ് അർത്ഥം. ബഅസ എന്ന് പറഞ്ഞാലും ശരിക്ക് ആ അർത്ഥം ഉണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നാം ആരെ അയച്ചിട്ടുണ്ട്? പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ അർസലയും ബഅസയും തമ്മിലുള്ള വ്യത്യാസം, ഇതിന്റെ ആംഗിളുകൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അർസല എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഫോക്കസ് ചെയ്യുന്നത് സന്ദേശവുമായി ദൂതനെ അയച്ചു എന്നുള്ളതാണ്. സന്ദേശവുമായി ദൂതനെ അയച്ചു എന്നുള്ളതാണ്. എന്നാല് ബഅസ എന്ന് പറയുമ്പോൾ ഒരു ദൂതനെ അവിടുത്തെ പരിഷ്കരണത്തിന് വേണ്ടി അവിടെ തന്നെ താമസിക്കാൻ അല്ലെങ്കിൽ അവരുടെ തന്നെ കൂടെ നിന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുക. അതുകൊണ്ടാണ് അവിടെ എന്താണ് അനി അബ്ദുല്ലാഹ് വജ്തനിബു താഗൂത്ത് എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം അവിടെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ ബഅസ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആംഗിൾ വ്യത്യസ്തമാവും. അറബി ഭാഷയിൽ ഒരിക്കലും മുത്തറാദിഫുകളില്ല. മുത്തറാദിഫ് എന്നല്ല പദം, മുറാദിഫാത്ത് എന്നാണ് പദം. അപ്പൊ അങ്ങനെ സിനോണിമസ് എന്ന് പറയുന്ന സാധനമില്ല. ഏത് പദത്തിന്റെയും ആംഗിളുകൾ വ്യത്യസ്തമായിരിക്കും. അതിലൊരു ഉദാഹരണമാണ്, വേറെ 2 ഉദാഹരണം ഈ ആയത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ഉദാഹരണമാണ് ബഅസ എന്നുള്ളതും അർസല എന്നുള്ളതും. അപ്പൊ അർസല എന്ന് പറയുന്ന സമയത്ത് റിസാലത്തിനാണ് ഫോക്കസ്. ബഅസ എന്ന് പറയുന്ന സമയത്ത് ഒരു സമൂഹത്തിൽ നിലനിന്നുകൊണ്ട് എന്താ പറയാ ഉദ്ധാരണം നടത്തുന്നതിനാണ് ഫോക്കസ്. അപ്പൊ ആ 2 ഫോക്കസുകളിൽ നിന്നുകൊണ്ടാണ് ബഅസ എന്നുള്ള പദം ഈ പ്രവാചകന്മാർ അല്ലെങ്കിൽ എന്താണ് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും എന്നൊക്കെ പറയുന്ന ആ പ്രയോഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അതേസമയം ബഅസ എന്നുള്ള പദത്തിന്റെ അസ്ല് എന്ന് പറയുന്നത് ഒരിടത്ത് കുറ്റിയടിച്ച് നിൽക്കുന്നതിനെ ഇളക്കി വിടുന്നതിനെയാണ്. അതുകൊണ്ടാണ് ബഅസ്തുൽ ബഈറ, ഞാന് ഒട്ടകത്തെ ഇളക്കി വിട്ടു അല്ലെങ്കിൽ അവിടെ നിന്ന് ചലിപ്പിച്ചു, അസർതുഹു വ സയ്യർതുഹു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ അർത്ഥത്തിലാണ് പദപ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യവുമായി ഒരു നാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. വബഅസ്നാ മിൻഹും 12 നഖീബ. അപ്പൊ ഞാന് ബനു ഇസ്രായേലിൽ നിന്ന് കരാറെടുത്തു. അവരിൽ നിന്ന് ഇതൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ചെയ്യുന്നത്.
അതായത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ കരാർ എടുക്കുന്നതും അതുപോലെ തന്നെ 12 ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാല് 12. അവരിൽ നിന്ന് നാം 12 ആളുകളെ നിയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയുന്ന പ്രയോഗം. അതുകൊണ്ടാണ് അത് പ്രയോഗിച്ചത്. അപ്പോ 12 ആളുകളെ നിയോഗിച്ചു. നഖീബ് എന്നുള്ളതാണ് പദം. എന്താണ് നഖീബ്? അറബി ഭാഷയില് നഖീബ് എന്നുള്ള പദം നഖബ് എന്നുള്ള പദത്തിൽ നിന്നുണ്ടായതാണ്. നഖബ് എന്ന് പറഞ്ഞാല് അസ്സഖബ് അൽ വാസിയ എന്നാണ്. അതായത് വളരെ വിശാലമായ ഓട്ടയ്ക്ക് അല്ലെങ്കിൽ ദ്വാരത്തിനൊക്കെയാണ് എന്ത് പറയുക? സഖബ് എന്ന് പറയുക. എന്ന് പറഞ്ഞാല് ചുഴിഞ്ഞ് അന്വേഷിക്കുക, അതല്ലെങ്കിൽ ഉള്ളിലേക്കുള്ളത് ചുഴിഞ്ഞ് അന്വേഷിക്കുന്ന ലീഡർക്കാണ് നഖീബ് എന്ന് പറയുക. പല രൂപത്തിൽ നേതാക്കന്മാരെ കുറിക്കുന്ന പദങ്ങളുണ്ടാവും. റഈസ് എന്ന് പറയുന്നത് ലീഡർഷിപ്പിനെ കുറിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ മൂപ്പരാണ് അതിനെ നയിക്കുന്നത്, അതിന്റെ ഹെഡ് ആരാണ്? മൂപ്പരാണ്. എന്നാൽ റായിദ് എന്ന് പറഞ്ഞാൽ മുന്നിൽ നടക്കുന്നവനാണ്, ദിശ നിർണ്ണയിക്കുക എന്നുള്ളതാണ് അവിടെ ഫോക്കസ്, നേതാവിന്റെ ഫോക്കസ്. ഇവിടെ നഖീബ് എന്ന് പറയുമ്പോൾ ഫോക്കസ് ജനങ്ങളുടെ സിറ്റുവേഷനുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കുക, അറിയുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് ദുൽഖർനൈനിന്റെ മതിലിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ആ മതിലിലേക്ക് കയറാനും അവർക്ക് പറ്റിയില്ല, നഖബ് അഥവാ തൊളയുണ്ടാക്കുവാനും അവർക്ക് പറ്റിയില്ല. അപ്പൊ ജനങ്ങളുടെ അവസ്ഥ കീറി മുറിച്ച് പരിശോധിക്കുന്നവനാണ് ആര്? നഖീബ്. അതാണ് ഇസ്നൈ അശറ നഖീബ. അതായത് ഇത് കൻആൻ ദേശത്തിലേക്ക്, അതല്ലെങ്കിൽ അൽ അർളുൽ മുഖദ്ദസ, പരിശുദ്ധ പവിത്രമാക്കപ്പെട്ട വാഗ്ദത്ത ഭൂമിയിലേക്ക് 12 ആളുകളെ, 12 ഗോത്രങ്ങളായിരുന്നു ബനു ഇസ്രായേൽ ഉണ്ടായിരുന്നത്. എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 12, അതുകൊണ്ടാണ് അവർക്ക് 12 എന്താണ് വെള്ളം ഇങ്ങനെ ഉറവകൾ വന്ന് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോ ആ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 നായകന്മാരെ ഉണ്ടാക്കി തെരഞ്ഞെടുത്തു. അവരെ എങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്? വാഗ്ദത്ത ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ സിറ്റുവേഷനുകളൊക്കെ പഠിച്ച്, കാരണം ഇത് അവർക്ക് വാഗ്ദാനം ചെയ്തതാണ്, ഇവർ പോവേണ്ട സ്ഥലമാണ്. അപ്പൊ ഇവരെ കണ്ടു പഠിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വന്ന് സ്വന്തം ജനതയെ അങ്ങോട്ട് പോകാൻ പ്രേരിപ്പിക്കട്ടെ എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഈ 12 ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുകയാണ്. അപ്പൊ പറഞ്ഞയക്കുന്നത് എന്തിനാണ്? ജനങ്ങളുടെ സ്ഥിതി നന്നായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ റഈസ് എന്ന് പ്രയോഗിക്കാതെ, അതല്ലെങ്കിൽ റായിദ് എന്ന് പ്രയോഗിക്കാതെ, അല്ലെങ്കിൽ ഖായിദ് എന്ന് പ്രയോഗിക്കാതെ എന്ത് പ്രയോഗിച്ചത്? നഖീബ് എന്നുള്ള പദം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതാണ് വബഅത്നാ മിൻഹും 12 നഖീബ. അങ്ങനെ അവരിൽ നിന്ന് 12 നഖീബുമാരെ നാം നിയോഗിക്കുകയും ചെയ്തു, അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പൊ ബഅസ എന്നുള്ള പദം നമ്മൾ പഠിച്ചു, നഖീബ് എന്നുള്ള പദത്തിന്റെ സവിശേഷതയും നമ്മൾ പഠിച്ചു. എന്നിട്ടോ പറഞ്ഞയക്കുമ്പോ അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമുണ്ട്. എന്താണ് വാഗ്ദാനം? അഖാലല്ലാഹു ഇന്നി മഅക്കും. അള്ളാഹു പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ അള്ളാഹ് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് 2 രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചെയ്യുന്നതൊക്കെ കാണും, നിങ്ങൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, നിങ്ങൾ ജാഗ്രതയോടുകൂടി ജീവിക്കണം. അതെന്താണ്? അത് നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാല് നമുക്കുള്ള ഒരു ഭീഷണിയുടെ അല്ലെങ്കിൽ ഒരു താക്കീതിന്റെ സ്വരമാണ് എന്ത്? വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള പ്രയോഗം. എന്നാൽ ഇത് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നി മഅക്കും ഫസബ്ബിതുൽ ലദീന ആമനു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് എന്ത് കൊടുത്തു? വഹി കൊടുത്തു. അന്നി മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെന്താ? നിങ്ങൾ പിന്നൊന്നും പേടിക്കേണ്ടതില്ല. എന്റെ സഹായവും എന്റെ സംരക്ഷണവും എന്റെ കാവലും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എന്ത്? അന്നി മഅക്കും.
ഇപ്പോ എന്താണ് മൂസാ നബിയോടും ഹാറൂനോടും പറയുന്നുണ്ട് എന്താണ് ഇന്നനി മഅകുമാ അസ്മഉ വ അറ, ഞാനുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഈ അവിടെയുള്ള സംഗതികളൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് എന്റെ സംരക്ഷണം, എന്റെ കാവൽ നിങ്ങൾക്കുണ്ട്. ഇതാണ് ഇവിടത്തെ പ്രയോഗം. ഓക്കെ, വഖാലല്ലാഹു ഇന്നി മഅക്കും, അള്ളാഹു പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കാവൽ നിങ്ങൾക്കുണ്ട്, എന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് വിത്ത് കണ്ടീഷനാണ്, ഉപാധികളോട് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ ഇങ്ങനെ ആളുകളെ സഹായിക്കുക എന്നല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേക പരിചരണം ലഭിക്കണമെങ്കിൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കണം. അപ്പൊ അതിങ്ങനെ ഓരോന്നല്ലേ, ഇൻ അഖംതുമുസ് സ്വലാത്ത വആതൈതുമുസ് സകാത്ത വആമൻതും ബിറുസുലി, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയാം. അപ്പൊ ല ഇൻ എന്ന് പറഞ്ഞാൽ ലാമ് ഖസമിൻ്റെതാണ്, ശപഥം ചെയ്യുന്നതാണ്. തീർച്ചയായും നിങ്ങൾ അത് ചെയ്യും. ഇൻ എന്ന് പറഞ്ഞാൽ എങ്കിൽ, ലഇൻ അഖംതുമുസ് സ്വലാത്ത, നിങ്ങൾ എന്താണ് നമസ്കാരം നിലനിർത്തുന്നുവെങ്കിൽ. ഓക്കെ, അപ്പോ എന്താണ് വിശുദ്ധ ഖുർആന് കൽപ്പന പറയുന്ന സമയത്ത്, നമസ്കാരത്തെ കുറിക്കുന്ന കൽപ്പന പറയുന്ന സമയത്ത് എപ്പോഴും അഖീമുസ് സ്വലാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം നമസ്കാരത്തെ കുറിച്ചുള്ള പരാമർശത്തില് സ്വലാത്തിഹിം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം എന്നും അല്ലെങ്കിൽ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ എന്നൊക്കെയുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പൊ നമസ്കരിക്കാൻ പറയുന്നിടത്ത് എന്തുകൊണ്ട് ഇഖാമത്തു സ്വലാത്ത് പറയുന്നു എന്ന ചോദ്യത്തിന് ഇസ്ലാമിലെ നമസ്കാരം എന്ന് പറഞ്ഞാൽ കേവലം ആരാധനയല്ല, കേവലം ആരാധനയല്ല, നേരെ മറിച്ച് അതൊരു നിർമ്മാണ പ്രവൃത്തിയാണ്, ഒരു സമഗ്രമായ ഒരു സംസ്ഥാപന പദ്ധതിയാണ്. അതാണ് ഇഖാമത്ത് എന്ന് പറയുന്നത്. ഇഖാമത്ത് എന്ന് പറയുന്ന കാമ എന്ന് പറഞ്ഞാൽ നിന്നു, അക്കാമ പറഞ്ഞാൽ നിർത്തി, സ്ഥാപിച്ചു എന്നാണ്. നമ്മൾ മലയാളത്തില് നിർമ്മിച്ചു എന്ന് പറയുന്നതും സ്ഥാപിച്ചു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് കുറെ എന്താണ് തുടർച്ചകളുള്ള പദ്ധതികളാണ്. അപ്പൊ അതാണ് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കുന്ന ഒരു സംവിധാനമാണ് നമസ്കാരം എന്നുള്ളത് കൊണ്ടാണ് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്നത്. അപ്പോ നമസ്കാരം നിർവഹിക്കുന്നത് മാത്രമല്ല, പള്ളി ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ മനുഷ്യൻ നന്മകളിൽ നിന്ന് നന്മ ചെയ്യുന്നത്, തിന്മകളിൽ നിന്ന് നമസ്കാരം അവനെ വിലക്കുന്നത്, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ, അതായത് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന വിധത്തിൽ നമസ്കാരത്തെ സമീപിക്കുന്നതാണ് എന്ത്, ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ വെറും സ്വലാത്ത് എന്ന് പറയുന്നതിന് പകരം ഇഖാമത്തു സ്വലാത്ത് എന്നുള്ള പദം ലഇൻ അഖംതുമുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരം. അപ്പൊ ഒന്നാമതായി പറയുന്നത് നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. പിന്നെ ഈ നമസ്കാരം അതുപോലെ സക്കാത്ത് ഇതുപോലുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെയും എല്ലാ ശരീഅത്തിനും ബാധകമായിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ വെച്ചുകൊണ്ട് പറയുന്ന ഖാല ഇന്നി അബ്ദുല്ലാ ആതാനി അൽ കിതാബ് വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസ്വാനി ബിസ്വലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. അപ്പൊ എല്ലാവർക്കും എന്തുണ്ടായിരുന്നു, സ്വലാത്ത് ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളിൽ എന്താണ്, എന്റെ മക്കള് എന്താണ് നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണമേ എന്ന് പറയുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എല്ലാ പ്രവാചകന്മാർക്കും അത് ഉണ്ടായിരുന്നു. അപ്പൊ ബനു ഇസ്രായേലിനോടും അള്ളാഹു പറയുന്നത് എന്താണ്, ലഇൻ അഖംതുമുസ് സ്വലാത്ത. അപ്പൊ ഒന്നാമതായി സ്വലാത്ത് പറയാൻ കാരണം ഇതാണ് മൊത്തം വിശ്വാസിയുടെ ജീവിതത്തെ വ്യവസ്ഥപ്പെടുത്തുന്നത്. നാളെ പരലോകത്ത് ആദ്യമായിട്ട് അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാത്ത്. നാളെ പരലോകത്ത് അള്ളാഹു ആദ്യമായിട്ട് വിചാരണ ചെയ്യുന്ന കർമ്മവും എന്തായിരിക്കും, നമസ്കാരം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോ ഏറ്റവും അവസാനം പാഴാവുന്നതും, ആദ്യം പാഴാവുന്നത് അൽഹക്കും, അവസാനം പാഴാവുന്നത് നമസ്കാരം എന്നും കൂടി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമസ്കാരത്തിന്റെ പ്രാധാന്യം എന്നുള്ളതിലെ ഇൻ അഖംതുമുസ് സ്വലാത്ത്. സ്വലാത്ത് എന്നുള്ള പദം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. പണ്ഡിതന്മാര് പല രൂപത്തില് അത് സ്വലാ യസ്വലാ, അതായത് നരക തീയിൽ നിന്ന് തടയുന്നത് എന്നുള്ള അർത്ഥത്തിൽ അതിന് വിശദീകരിച്ചിട്ടുണ്ട്.
അതുപോലെ വസല യസ്ലു സിലത്ത്, അള്ളാഹുവുമായുള്ള ബന്ധം എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ഭാഷാപരമായിട്ട് യോജിക്കുന്നത് ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന എന്ന് പറയുന്ന സ്വല്ല എന്ന് പറയുന്ന, അതായത് പ്രാർത്ഥിക്കുക, കരുണ ചെയ്യുക എന്നുള്ള പ്രയോഗമാണ് കുറച്ചുകൂടിയൊക്കെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. അതാണ് വഅഖീമുസ്സലാത്ത ലഇൻ അഖംതുമുസ്സലാത്ത വആതൈതുമുസ് സകാത്ത ആതൈതുമു സകാത്ത അത്ത അഅത ആത അഅത എന്ന് പറഞ്ഞാൽ കൊടുത്തു. ഇപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നതിന് അഅത എന്ന് പറയും. പക്ഷെ ആത്ത എന്നുള്ള പദത്തിന്റെ പ്രത്യേകത, നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നതിനാണ് ആത്ത എന്ന് പറയുക. അതുകൊണ്ട് സക്കാത്തിലേക്ക് ചേർത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്ത എന്നുള്ള പദമാണ് പ്രയോഗിച്ചത്. അതായത് സക്കാത്ത് എന്ന് പറയുന്നത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല, നേരെ മറിച്ച് നിങ്ങളിൽ നിന്ന് ഞാൻ കാശ് കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു ചെന്ന് തരുവാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നത് പോലെ സക്കാത്ത് അതിന്റെ അവകാശികൾക്ക് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് കുറിക്കാനാണ് ആത്ത എന്നുള്ള പദം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആത്ത എന്ന് പറഞ്ഞാൽ കൊണ്ടു ചെന്ന് എത്തിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടിലൊക്കെ സക്കാത്ത് എന്ന് പറഞ്ഞാല് കുറെ ആൾക്കാർ ഇങ്ങനെ വരും പിരിവിന്, എന്നിട്ട് ഞാനിങ്ങനെ കാലുമില് കാലും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് വരുന്നവർക്ക് ഇങ്ങനെ ചില്ലറാക്കിയിട്ട് കൊടുക്കും. അതൊന്നും സക്കാത്തല്ല. അങ്ങനെ കൊടുക്കുന്ന പരിപാടിയും സക്കാത്തല്ല. സക്കാത്ത് എന്ന് പറഞ്ഞാല് അത് എന്റെ കയ്യിലുള്ള ദരിദ്രന്റെ അവകാശമാണ്. ആ അവകാശം ദരിദ്രനെ കണ്ടെത്തി അവന്റെ അടുത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത എനിക്കുണ്ട്. അത് പൂർത്തീകരിക്കുമ്പോഴാണ് സക്കാത്ത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതാണ് ആത്ത എന്നുള്ള പദത്തിന്റെ പ്രത്യേകത. വ ആതൈതും, നിങ്ങൾ കൊണ്ടു ചെന്ന് കൊടുക്കുകയും ചെയ്യുക. അസ്സകാത്ത, സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സക്കാത്ത് എന്ന് പറഞ്ഞാല് എന്താ? സക്കാത്ത് എന്നുള്ള പദത്തിന് ഭാഷയിൽ 3 അർത്ഥങ്ങളുണ്ട്. സക്കാ യസ്കു എന്ന് പറഞ്ഞാല് നമാ യൻമു, വളരുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തേത്. എന്ന് പറഞ്ഞാല് നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മം കൊണ്ട് നിങ്ങളുടെ ധനം തളരുകയല്ല ചെയ്യുക, നിങ്ങളുടെ ധനം വളരുകയാണ് ചെയ്യുക എന്ന് കുറിക്കുന്നതാണ് സക്കാ യസ്കു നമാ യൻമു, അഥവാ സക്കാത്ത് നിങ്ങളുടെ ധനത്തെ വളർത്തുന്നു എന്നുള്ളതാണ് അത്. രണ്ടാമത്തേത് സക്ക എന്ന് പറഞ്ഞാല് ശരിക്ക് പരിശുദ്ധമാക്കുക, ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അത് ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, നമ്മളുടെ ധനത്തിൽ മറ്റുള്ളവരുടെ അവകാശം കെട്ടിക്കിടക്കുന്നുവെങ്കിൽ നമ്മളുടെ ധനം മലിനമാണ് എന്നർത്ഥം. ആ കെട്ടിക്കിടക്കുന്ന മറ്റുള്ളവരുടെ അവകാശം അവർക്ക് എത്തിച്ചു കൊടുത്താലേ നമ്മളുടെ ധനം ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ആശയം കുറിക്കുന്നത്. മൂന്നാമത്തേത് സക്ക എന്ന് പറഞ്ഞാൽ സ്വലുഹ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലതായിരിക്കണം, നമ്മളുടെ കയ്യിലുള്ള മികച്ച വിഭവങ്ങളായിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. നമ്മൾ ഒരിക്കലും വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങൾ മോശപ്പെട്ടതെടുത്ത് ചെലവഴിക്കരുത്. അപ്പൊ ഇത് മൂന്നും ഒന്നിച്ചു ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ ഒരു പദപ്രയോഗമാണ് ദാനധർമ്മത്തെ കുറിക്കാൻ ഇസ്ലാമിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതിൽ വിശ്വാസിക്ക് ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ നീ കൊടുക്കുന്ന ധനം എന്ന് പറയുന്നത് നിന്റെ ധനത്തെ കുറക്കുന്നില്ല. അത് സ്വീകരിക്കുന്ന ആൾക്ക് അഭിമാനമുണ്ട്, ഇത് അയാളുടെ ഔദാര്യമല്ല, നിന്റെ അവകാശമാണ് എന്ന് മാത്രമല്ല കൊടുക്കുന്നവനും വാങ്ങുന്നവനും നല്ല മനസ്സുണ്ട്. കാരണം എന്താണ്? ഞാൻ കൊടുക്കുന്നത് ഏറ്റവും നല്ല വിഭവമാണ്, മോശപ്പെട്ടത് തിരഞ്ഞെടുത്തല്ല. എത്ര മനോഹരമാണെന്ന് നോക്കി. ഈ 3 സാധനം, കൊടുക്കുന്ന ആൾ അള്ളാഹു ആശ്വസിപ്പിക്കുന്നു, വാങ്ങുന്ന ആൾക്ക് അതില് സന്തോഷം, അതായത് പ്രൗഡാവുന്ന അഭിമാനത്തോടു കൂടി വാങ്ങാൻ കഴിയുന്നു, രണ്ടാളുകൾക്കും അത് ഉപകരിക്കുകയും ചെയ്യുന്നു. ഇത് 3ഉം ചേർന്ന വളരെ മനോഹരമായ പദമാണ് എന്ത്? സക്കാത്ത് എന്നുള്ളത്. ഇനി ഇതിനോട് ചേർത്തിട്ട്
ഒരൊറ്റ കാര്യം കൂടിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ബഅസ അർസല തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു. സകാത്തും സദഖയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സാധാരണ കേൾക്കുന്ന സാധനമാണല്ലോ സകാത്തും സദഖയും. പറഞ്ഞോളൂ. നിർബന്ധമായി കൊടുക്കുന്നത് സകാത്ത്, അല്ലാത്തത് സദഖ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അത് സൂക്ഷ്മമല്ല. കാരണം സകാത്തിന്റെ അവകാശികളെ കുറിക്കുന്ന, സകാത്ത് എത്ര അവകാശികൾക്കുള്ളതാ? 8 അവകാശികൾ. അതിനെ കുറിക്കുന്ന ആയത്തിൽ സകാത്ത് എന്നുള്ള പദമല്ല പ്രയോഗിച്ചത്. പിന്നെന്താണ് പ്രയോഗിച്ചത്? ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സദഖ എന്നുള്ളതാ എന്ന് പറഞ്ഞാൽ നിർബന്ധ ദാനത്തെ കുറിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖ എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്. മറ്റ് ദാനധർമ്മങ്ങൾക്കും സദഖ എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ സക്കാത്ത് എന്നുള്ളത് നിർബന്ധ ദാനത്തെ മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഐച്ഛിക ദാനധർമ്മത്തിന് എന്ത് പ്രയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആളുകൾ ആ വ്യത്യാസം പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന വ്യത്യാസം എവിടെ നിന്നുള്ളതാണ്? ഭാഷയിൽ നിന്നുള്ളതാണ്. അങ്ങനെയാവുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു ബേസ് കിട്ടുള്ളൂ. വിശുദ്ധ ഖുർആനില് 8 തവണയാണ് ഈ പറയുന്ന സദഖ എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുള്ളത്. 8 തവണയും മദനിയായ സൂറത്തുകളിലാണ്. മക്കിയായ സൂറത്തുകളിൽ എന്ത് പ്രയോഗിച്ചിട്ടില്ല? സദഖ എന്നുള്ള പദം പ്രയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതായത് സക്കാത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിലെന്തുണ്ട്? വ്യക്തിയെ ശുദ്ധീകരിക്കുന്നുണ്ട്, ധനത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്, അതുപോലത്തെ ധനത്തെ വളർത്തുന്നുണ്ട്. അപ്പോ മക്കിയായ സൂറത്തുകളിൽ സക്കാത്ത് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഈവൻ അവിടെ സക്കാത്തിന്റെ വ്യവസ്ഥ ഒന്നും ഇല്ലെങ്കിൽ പോലും അത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ സക്കാത്ത് എന്നുള്ളതിന്റെ ഫോക്കസ് എവിടെയാണ്? മനുഷ്യന് ധനത്തിനോടുള്ള ആർത്തി. അപ്പൊ അതിൽ നിന്ന് മനുഷ്യനെ സംസ്കരിക്കുന്നതാണ് എന്ത്? സക്കാത്ത്. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റുള്ളവരുടെ അവകാശമുള്ളിടത്തോളം കാലം നിങ്ങളുടെ ധനം എന്തായിരിക്കുകയില്ല? ശുദ്ധിയുള്ളതായിരിക്കില്ല എന്നുള്ളതാണ് സക്കാത്ത് എന്നുള്ള പദത്തിന്റെ ഫോക്കസ്. എന്നാൽ സദഖ എന്നുള്ള പദത്തിന്റെ ഫോക്കസ് സിദ്ഖിൽ നിന്നുണ്ടായതാണ്. എന്ന് പറഞ്ഞാല് ആളുകൾ മുഅ്മിനുകളാണ് എന്ന് പറയുന്ന ആളുകൾക്ക്, പല ആളുകൾക്കും നിസ്കരിക്കാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. നിസ്കരിച്ചാൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അതല്ലെങ്കിൽ മറ്റ് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനും ആളുകൾക്ക് മടിയൊന്നുമില്ല. പക്ഷെ സക്കാത്ത് എത്തുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ കുറച്ച് മടിയാണ്. അത് എവിടെ കാണാമെന്ന് ചോദിച്ചാൽ, വിശ്വാസം ദുർബലമാണെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. സാധാരണ നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ട്, മലപ്പുറം ജില്ലയിലുള്ള എല്ലാ മുസ്ലിങ്ങളും കൃത്യമായി സക്കാത്ത് കൊടുത്ത കേരളത്തിലെ ആളുകളുടെ സാമ്പത്തിക പ്രശ്നം എന്താക്കും? സോൾവ് ആക്കാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ നിസ്കാരമൊക്കെ ആളുകൾക്ക് വളരെ ഈസിയാണ്. പക്ഷെ സക്കാത്ത് ഇത് എവിടെ പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനില് മുനാഫിക്കുകളുടെ അടുത്തേക്ക് ചേർത്തിട്ട് പറയുന്നുണ്ട്. മുനാഫിക്കുകൾ നിസ്കരിക്കാനൊക്കെ വരുമായിരുന്നു, കുറച്ച് മടിയോട് കൂടിയാണെങ്കിലും. ഒന്നാമത്തെ സഫിൽ വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, അവര് വന്നിട്ട് നമസ്കാരത്തിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദാനധർമ്മത്തിന് അവർക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം അത് വലിയ നഷ്ടമായിട്ടായിരുന്നു അവർ മനസ്സിലാക്കിയത്. അപ്പൊ അവിടെയാണ് മുനാഫിക്കുകൾ എവിടെ രൂപപ്പെടുന്നത്? മക്കയിൽ മുനാഫിക്കുകളില്ലായിരുന്നു. കാരണം എന്താ? നല്ല തല്ല് കിട്ടുന്ന സമയമായിരുന്നു. ദീന് സ്വീകരിച്ചാല് നല്ല തല്ല് കിട്ടുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തല്ല് കൊണ്ടിട്ടൊന്നും ആർക്കൂല, മുനാഫിക്കുകൾ ദീനിൽ വെക്കൂല. പിന്നെ എവിടുന്ന അവര് വന്നത്? മദീനയിലെത്തി ഇസ്ലാം വളരെ സജീവമായപ്പോ ഇനിയിപ്പോ ഇവരെ കൂടെ നിർവാഹമുള്ളൂ എന്ന് മനസ്സിലായപ്പോഴാണ് എന്ത് വരുന്നത്? മുനാഫിക്കുകൾ വരുന്നത്. അപ്പൊ അവര് നമസ്കരിക്കാൻ റെഡിയായിരുന്നു, പക്ഷെ സക്കാത്ത് കൊടുക്കാന് അവർക്ക് മടിയായിരുന്നു എന്ന് സൂറത്ത് തൗബയില് ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് സദഖ എന്നുള്ള പദത്തിന്റെ പ്രസക്തി വരുന്നത്. നിങ്ങളുടെ ഈമാൻ സിദ്ഖ് ആണ് എങ്കിൽ, സത്യസന്ധമാണ് എങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? നിങ്ങൾ സദഖ കൊടുക്കണം. അതുകൊണ്ടാണ് മദീനയില് സദഖ എന്നുള്ള പദം കടന്നു വരുന്നത്. ഫോക്കസ് മനസ്സിലല്ലേ? അപ്പൊ ഇതാണ് 2 പദവും തമ്മിലുള്ള വ്യത്യാസം. ദാനധർമ്മം എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് കൂടി ബാധകമാണ്. എന്ന് പറഞ്ഞാല് പൈസ ഇറങ്ങുമ്പോ നമ്മളെ കയ്യിൽ നിന്ന് ഒരു സങ്കടമൊക്കെ വരുന്നെങ്കിൽ, ഇത് തീർന്നു പോകുന്നുള്ള ഒരു ഭയമൊക്കെ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈമാനിന്റെ സിദ്ഖിന് എന്തോ ദൗർബല്യം അല്ലെങ്കിൽ എന്തോ ഒരു പോറല്
സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിക്കുന്നതാണ് എന്ത്? സദഖ എന്നുള്ള പദം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് സക്കാത്തും സദഖയും തമ്മിലുള്ള വ്യത്യാസം. ലഇൻ അഖംതുമുസ് സ്വലാത്ത വആതൈതുമുസ് സകാത്ത വആമൻതും ബിറുസുലി. ആമന എന്നുള്ള പദം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അമ്ന് നൽകുന്ന രൂപത്തിൽ, നിർഭയനാകുന്ന രൂപത്തിൽ ഒരാളിൽ വിശ്വസിക്കുന്നതാണ് എന്ത്? ഈമാൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിലും എനിക്ക് എന്തില്ല, ഒരു ഭയവും ഇല്ല എന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥയാണ് എന്ത്? ഈമാൻ എന്ന് പറയുന്നത്. അതല്ലാണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നാട്ടുകാരെ മുഴുവൻ പേടിയാണെങ്കിൽ ആ പറയുന്ന സാധനത്തിന് എന്ത് പറയില്ല? ഈമാൻ എന്നൊന്നും ഖുർആന്റെ ഭാഷയിൽ ഒരിക്കലും പറയില്ല. അതാണ് വആമൻതും, അമ്ന് എന്നുള്ളതിൽ നിന്നാണ് ഈമാൻ. വആമൻതും ബിറുസുലി, എന്റെ റുസുലിൽ വിശ്വസിക്കുകയും ചെയ്താൽ. അപ്പൊ ബനൂ ഇസ്രായേലിന്റെ കുഴപ്പം അതായിരുന്നു. അവർക്ക് അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കാൻ കുറച്ച് മടിയായിരുന്നു. അങ്ങേയറ്റത്തെ ദുർബലരായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ ധിക്കരിക്കുക എന്നുള്ളത് ബനൂ ഇസ്രായേലിന്റെ ഒരു നാച്ചറായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയാ, സ്വതസിദ്ധമായ സ്വഭാവമായിരുന്നു, ഒരു പതിവ് അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വആമൻതും ബിറുസുലി എന്ന് പറയുന്നത്. റസൂല് എന്നുള്ളതിന്റെ ബഹുവചനമാണ് എന്ത്? റസൂല് എന്ന് പറയുന്നത്. റസൂല് എന്നുള്ളതിന്റെ ബഹുവചനമാണ് റസൂല് എന്ന് പറയുന്നത്. റസുലി എന്ന് പറഞ്ഞാല് എന്താണ്? പറഞ്ഞോളേ, എന്താണ്? എന്റെ റസൂല് എന്ന് പറയാൻ കാരണം എന്താ? എന്റെ ദൂതന്മാർ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ കുറെ കാറുകളുണ്ട്. നിങ്ങൾ എന്ത് മെയിൻ്റ് ആക്കുക? നിങ്ങൾ മെയിൻ്റ് ആക്കില്ല. നിങ്ങളോട് ആരോ പറയാണ് അതിലൊരു കാറ് ഷെയ്ഖ് തമീമിന്റെ കാറാണെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അതൊരു സാധാ കാറാണെങ്കിൽ പോലും നിങ്ങളൊന്നും നോക്കിക്കൂല്ലേ? കാരണം എന്താണ്? അതിനൊരു ഒരു മഹത്വം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും. അതുപോലെ എന്റെ പ്രവാചകൻ എന്ന് ലോകതമ്പുരാൻ പറയുമ്പോ, പടച്ച തമ്പുരാൻ എന്റെ ദൂതന്മാർ എന്ന് പറയുമ്പോ, അപ്പോ അതിന്റെ ഷറഫൊന്ന് കൂടും, അതിന്റെ മഹത്വം ഒന്ന് കൂടും. അത് എന്റെ ദൂതന്മാരാണ്, അപ്പൊ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ എന്ന് പറയാനാണ് വആമൻതും ബിറുസുലി, നിങ്ങൾ എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും ചെയ്താൽ. റസൂല് എന്നുള്ളതിന്റെ ബഹുവചനമാണ് റസൂല്. വേറെ ഒരു പദം ഉണ്ടല്ലോ പ്രവാചകന്മാരെ കുറിക്കാൻ. എന്താണ്? പ്രവാചകന്മാരെ കുറിക്കാൻ എന്താ പറയാ? നബി അല്ലെ? നബി ജമ്മെന്താണ്? അംബിയ. തമ്മിൽ എന്താ വ്യത്യാസം? നബി റസൂല് തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാ നബിമാരും റസൂലല്ല, എല്ലാ റസൂലുമാരും നബിമാരും. അതല്ല സുഖമുള്ള, അതൊരു നല്ല സുഖമുള്ള വിശദീകരണമാണ്. നമ്മൾ പണ്ട് കാലം മുതലേ പഠിച്ചു വരുന്നോണ്ട് പിന്നെ ആരും ഒന്നും ചോദിക്കൂല. അതെന്താ അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും അതായത് ഒരു സംഗതിക്ക് വിശദീകരണം കൊടുക്കുമ്പോൾ അതില് ഭാഷയില് ഒരു അടിത്തറ ഉണ്ടെങ്കിൽ, ഒരു ബേസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ബേജാറുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പൊ സദഖയും സക്കാത്തും ബഅത്ത് ഇർസാലും ഒക്കെ നമ്മൾ വിശദീകരിച്ച പോലെ ഒരു ഭാഷാപരമായ അടിത്തറ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും നമ്മൾ വെറുതെ ഇങ്ങനെ പാടി വരേണ്ട ഒരു ഇതുണ്ടാവില്ല. അപ്പൊ അതില് നബി എന്ന് പറയുന്നത് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നബ കൊണ്ടുവരുന്നവരാണ് നബി. നബ കൊണ്ടുവരുന്നവരാണ് നബി എന്ന് പറഞ്ഞാൽ നബ എന്ന് പറയുന്നത് ഒരു പക്ഷെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ കൊണ്ടുവന്ന നബ അവിടെ ഉണ്ടാവും. അപ്പൊ അത് വീണ്ടും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. നബ എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രത്യാഘാതമുള്ള വാർത്തകൾക്കാണ്, വൃത്താന്തങ്ങൾക്കാണ് എന്ത് പറയുക? നബ എന്ന് പറയുക. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. ഞാൻ സബഇൽ നിന്നാണ് വരുന്നത്, ഒരു വലിയ വാർത്ത എന്റെ കയ്യില് ഉണ്ട് എന്ന് ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? ഹുദ്ഹുദ് പറഞ്ഞു. അപ്പൊ നബ കൊണ്ടുവരുന്നവരാണ് നബി എന്ന് പറയുന്നത്. റിസാലത്തുമായി കടന്നു വരുന്നവരാണ് റസൂല് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും റിസാലത്ത്, ഞാൻ ഒരു സന്ദേശവുമായി ഒരാളെ പറഞ്ഞയച്ചാൽ ആ സന്ദേശത്തിന്റെ കാര്യത്തിൽ അയാൾ ഉത്തരവാദിയാണ്. അപ്പൊ നാളെ പരലോകത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തെയും കൊണ്ടുവരിക ഓരോ റസൂലിന്റെയും കൂടെയായിരിക്കും, റസൂലിന്റെയും നേതൃത്വത്തിൽ ആയിരിക്കും. കാരണം ആ റിസാലത്തിന്റെ കാര്യത്തിൽ പടച്ചവന്റെ മുമ്പിൽ ഉത്തരവാദിത്വമുള്ളവരാണ് ആര്? റസൂല് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ഈ റിസാലത്തുമായി ബന്ധപ്പെട്ട് സന്ദേശം എത്തിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകളിലൊക്കെയും യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, അല്ലയോ റസൂൽ, താങ്കൾ അള്ളാഹു താങ്കൾക്ക് ഇറക്കിയിട്ടുള്ള സന്ദേശം താങ്കൾ എത്തിച്ചു കൊടുക്കുക. അപ്പൊ ഈ ദൗത്യമുള്ളവരാണ് ആര്? റസൂല് എന്ന് പറയുന്നത്. അവിടെ ഫോക്കസ് എന്തിനാണ്? റിസാലത്താണ്. അതായത് അള്ളാഹു ഏൽപ്പിച്ച സന്ദേശത്തിന്റെ പ്രബോധനവും പൂർത്തീകരണവുമാണ് റസൂല് എന്ന് പറയുന്ന ഈ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം എന്നുള്ളത്. എന്നാൽ നബി എന്ന് പറയുന്നത് ആ സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ കൊടുത്ത സന്ദേശങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഗൗരവത്തെ കുറിച്ച് ആ സമൂഹത്തെ ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ദൗത്യം? നബിമാരുടെ ദൗത്യം. അതാണ് ആ തമ്മിലുള്ള ഫോക്കസ്. നേരത്തെ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞാല് എല്ലാ നബിമാരും എന്താണ്? എല്ലാ റസൂലുമാരും നബിമാരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തൊക്കെ ഈ പറയുന്ന സന്ദേശം അത് ഉത്ബോധനം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ എല്ലാ നബിമാരും എന്തല്ല? റസൂലുമാര് അല്ല എന്നുള്ളത്. പക്ഷെ അതിന്റെ തലങ്ങള് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം. വ ആമൻതും ബിറുസുലി വ അസ്സർതുമൂഹും വ അസ്സർതുമൂഹും. അസ്സറ എന്ന് പറഞ്ഞാൽ എന്താ? അസ്സറ, അസറ എന്നുള്ളതിൽ നിന്നാണ് അസ്സറ. അസ്സറ അതന്നെയാണ് പിന്നെ ശബ്ദ ചേർത്ത് അസ്സറ എന്ന് ആക്കുന്നത്. അസറ എന്ന് പറഞ്ഞാല് പ്രതിരോധിക്കുക എന്നാണ് അർത്ഥം. ഈ പറഞ്ഞാല് പ്രവാചകന്മാര് അള്ളാഹുവിന്റെ സന്ദേശവുമായി കടന്നു വരുന്ന സമയത്ത്, പ്രബോധനം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും പ്രവാചകന്മാരെ ദ്രോഹിക്കും. പ്രവാചകന്മാരെ ആ സമൂഹം വധിക്കാൻ ശ്രമിക്കും, ദ്രോഹിക്കും, പല രൂപത്തിൽ അവരെ ഉപദ്രവിക്കും. അപ്പൊ ഈ സന്ദർഭത്തിൽ ആ ദ്രോഹത്തെ തടയുക, അസറ എന്ന് പറഞ്ഞാൽ മനഅ എന്നാണ് അർത്ഥം. തടയുക, പ്രതിരോധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വഅസ്സർതുമൂഹും, നിങ്ങൾ അവരുടെ ശത്രുക്കളിൽ നിന്ന് അവരെ തടയണം. അപ്പൊ അസറ എന്നുള്ളതിന്റെ കുറച്ചുകൂടി പവർ കൂടിയിട്ടുള്ള വേർഷനാണ് അസ്സറ എന്ന് പറയുന്നത്. അത് എന്താണ്? തഅ്കീദിനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് തഫ്ലീലായിട്ടുള്ള ഘടനയാണ് അസ്സറ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രവാചകന്മാരുടെ കൂടെ നിന്ന് പ്രതിരോധിക്കുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് യഥാർത്ഥത്തിൽ ഏഷ്യ നോക്കാൻ, അല്ലെങ്കിൽ ഒന്ന് തിരിച്ചൊക്കെ എന്താ ചെയ്തു മേലക്കാക്ക വെറുതല്ല, മേലക്കാക്കിയാൽ മതിയാവും. യെസ്. ഇപ്പോ വഅസ്സർതുമൂഹും, നിങ്ങൾ അവരെ എന്താക്കുക? പ്രതിരോധിക്കുകയും ചെയ്യുക. അപ്പോ ബനൂ ഇസ്രായേലിനോട് അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ നമസ്കരിക്കണം, സകാത്ത് കൊടുക്കണം, പ്രവാചകന്മാരെ വിശ്വസിക്കണം, പ്രവാചകന്മാരെ പ്രതിരോധിക്കണം. അവസാനം വഅഖ്റൽതുമുല്ലാഹ ഖർളൻ ഹസന. ഞാൻ വല്ല പദവും വിട്ടാൽ പറയണം കേട്ടോ, ഇങ്ങനെ പറഞ്ഞു പോവാണ്. വഅഖ്റൽതുമുല്ലാഹ ഖർളൻ ഹസന, നിങ്ങൾ അള്ളാഹുവിന് ഖർള് നൽകുകയും ചെയ്യണം. ഖറള എന്ന് പറഞ്ഞാല് ഖതഅ എന്നാണ് ഭാഷയിൽ അർത്ഥം. ഖറള എന്ന് പറഞ്ഞാല് മുറിക്കുക എന്നാണ് അർത്ഥം. വഅഖ്റൽതുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് പകുത്തു കൊടുക്കുകയും ചെയ്യണം. അതാണ് അതിന്റെ കറക്റ്റ് അർത്ഥം. നിങ്ങൾക്ക് ആവശ്യമുള്ളത്
മറ്റൊരാൾക്ക് മുറിച്ചു കൊടുക്കുന്നതിനാണ് പകുത്തു കൊടുക്കുക എന്ന് പറയുക. അതുകൊണ്ടാണ് ഖത്തഅ എന്നർത്ഥം വരുന്ന ഖറല്ല എന്നുള്ള പദം കടന്നു വന്നിട്ടുള്ളത്. ഖറല്ല എന്നും പറയും, അഖ്റല്ല എന്നും പറയും. ഓക്കെ, അഖ്റൽതുമുല്ലാഹ്, നിങ്ങള് അള്ളാഹുവിന് കൊടുക്കണം, മുറിച്ച് പകുത്ത് കൊടുക്കണം. ഖർലൻ, അഖ്റല്ല എന്നുള്ളതിന്റെ മസ്ദർ ശരിക്ക് ഖർലൻ എന്നല്ല വരിക. പിന്നെങ്ങനെ വരിക? ഇഖ്റാള് എന്നാണ് വരിക. ഇഖ്റാള് എന്നാണ് വരിക. പക്ഷെ ഇത് ഖറല്ല എന്നുള്ളതിന്റെ മസ്ദറാണ് എന്ത്? ഖർലൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത ഇതിന് രണ്ടർത്ഥമുണ്ട് എന്നുള്ളതാണ്. ആ രണ്ടർത്ഥവും കിട്ടാനും വേണ്ടിയിട്ടാണ് ഖർലൻ എന്ന് പറഞ്ഞത്. ഇഖ്റാളൻ എന്ന് പറയുന്നതിന് പകരം ഖർലൻ എന്ന് പറഞ്ഞത് ആ രണ്ടർത്ഥവും കിട്ടാൻ വേണ്ടിയാണ്. ഒന്നാമത്തേത് കടം കൊടുക്കൽ എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഖർലൻ ഹസനൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കടം കൊടുക്കുക. പല രൂപത്തിൽ ആൾക്കാർക്ക് കടം കൊടുക്കാൻ പറ്റുമോ? ഒരു വല്ലാത്തൊരു ചൊറയല്ല എന്നെ കൊണ്ട്, എന്നാ കൊണ്ടേക്കോ എന്ന് ഒരാൾക്ക് കടം കൊടുക്കുക. അതല്ലെങ്കിൽ ഇന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊണ്ട് കഴിയുമ്പോ കൊണ്ട എന്ന് പറയുന്ന രൂപത്തിലും ഒരാൾക്ക് കടം കൊടുക്കാം. അപ്പൊ അതാണ് ഒന്നാമത്തെ അർത്ഥമാണെങ്കിൽ ഖർലൻ ഹസനൻ എന്ന് പറഞ്ഞാൽ ഇഖ്റാവൻ ഹസനൻ എന്നാണ് അർത്ഥം. രണ്ടാമത്തേത് ഖർലൻ എന്ന് പറഞ്ഞാൽ ഈ കടം കൊടുക്കുന്ന ധനത്തിനും ഖർലൻ എന്ന് പറയും. ഖർല യഖ്റിളു ഖർലൻ എന്നുള്ളിടത്ത് കടം കൊടുക്കുന്ന ധനം എന്നുള്ള. അപ്പൊ ആ രണ്ടർത്ഥം ലഭിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്റാള് എന്ന് കൊണ്ടുവരുന്നതിന് പകരം എന്ത് കൊണ്ടുവന്നത്? ഖർള് എന്ന് കൊണ്ടുവന്നത്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇതില് ഒന്ന് അള്ളാഹുവിന് കടം കൊടുക്കുക എന്നുള്ള പ്രയോഗം, അതായത് ദാനം ചെയ്യുക എന്നുള്ളത് ആളുകൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ രൂപത്തിൽ, ആശ്വസിപ്പിക്കുന്ന രൂപത്തിൽ, ഇത് നിങ്ങൾ എനിക്ക് തരുന്ന കടമാണ്, പടച്ചതമ്പുരാന് തരുന്ന കടമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കൂല എന്ന് മാത്രമല്ല അതിന്റെ ഡബിള് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് വേറെ പല ആയത്തുകളിലും മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫു ലഹു, അള്ളാഹു ഇരട്ടിപ്പിച്ച് ഇങ്ങനെ നൽകുമെന്ന് ഒരുപാട് ആയത്തുകളിൽ നമുക്ക്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് ദാനം ചെയ്യാൻ തോന്നുന്ന രൂപത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയത്. ഈ പ്രയോഗത്തിന്റെ കൂടെ വിശുദ്ധ ഖുർആനിൽ ഇത് എവിടെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ രണ്ട് സംഗതികളുണ്ട്. അതിലൊന്ന് അള്ളാഹ് എന്നുള്ള സംഗതി, അതായത് മന്ദല്ലദീ യുഖ്രിളുല്ലാഹ അല്ലെങ്കിൽ അഖ്റളുല്ലാഹ, അല്ലെങ്കിൽ ഇവിടെ വന്നതുപോലെ അഖ്റൽതുമുല്ലാഹ. ഓക്കെ, ഒക്കെ അള്ളാഹുവിനാണ്, അള്ളാഹുവിനാണ്, അള്ളാഹുവിനാണ്. അതാണ് അതിന്റെ ഒന്നാമത്തെ ഫോക്കസ്. എന്ന് പറഞ്ഞാല് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങള് നാട്ടുകാർക്ക് കൊടുത്തതുപോലെ ആവൂല, നേരെ മറിച്ചിട്ട് അള്ളാഹുവിനാണ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടും എന്ന് പറയാനാണ് ഇത് എവിടെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അള്ളാഹ് എന്നുള്ള പദം വന്നത്. രണ്ടാമത്തേത് ഹസനൻ എന്ന് പറയുന്നത്, ഖർലൻ ഹസനൻ എന്നുള്ളതും ഇത് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല മനസ്സോടുകൂടി നല്ലതാണ് കൊടുക്കേണ്ടത്. രണ്ട് ഫോക്കസ് ഞാൻ പറഞ്ഞു. ഖർലൻ ഹസനൻ എന്ന് പറയുമ്പോ രണ്ട് ദലാലത്ത് വരും. ഒന്ന് കടം കൊടുക്കുന്നത്, അപ്പൊ കടം കൊടുക്കുന്നത് ഹസനായിരിക്കണം, നല്ല രീതിയിലായിരിക്കണം നിങ്ങൾ കടം കൊടുക്കുന്നത്. അതല്ലാണ്ട് സഹിക്കെട്ട് കൊടുക്കുന്ന രൂപത്തിൽ ആയി പോകരുത് എന്നുള്ള ഫോക്കസാണ് ഖർലൻ ഹസനൻ എന്നുള്ള ഒന്നാമത്തേത്. രണ്ടാമത്തേത് നിങ്ങൾ ദാനം ചെയ്യുമ്പോ, അള്ളാഹുവിന് ദാനം ചെയ്യുമ്പോ ഏറ്റവും നല്ല ധനമാണ് ദാനം ചെയ്യേണ്ടത്. അവനാന് വേണ്ടാത്തതല്ല അള്ളാഹുവിന് കൊടുക്കേണ്ടത് എന്ന് പറയാനാണ് ഖർലൻ ഹസനൻ എന്ന് എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ അഖ്റൽതുമുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിന് പകുത്തു കൊടുത്തതും. ആ പ്രയോഗം തന്നെ അതിമനോഹരമാണ്. ദാനം ചെയ്തതും എന്നൊന്നുമല്ല പ്രയോഗിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിന് മുറിച്ചു കൊടുത്തതും അല്ലെങ്കിൽ പകുത്തു കൊടുത്തതും. ഖർലൻ ഹസന, ഏറ്റവും നല്ല ധനത്തിൽ നിന്ന് എന്നുള്ളത് ഒന്നാമത്തേത്, ഏറ്റവും നല്ല മനസ്സോടുകൂടി എന്നുള്ളത് അതിന്റെ രണ്ടാമത്തേത്. ഇത് രണ്ടും നമുക്കൊക്കെ സഹാബാക്കളുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. സഹാബാക്കൾ റസൂലിന്റെ അടുത്ത് നിന്നിട്ട് പ്രവാചകരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ധനം ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം ഇതാണ്, ഇത് ഞാനിതാ കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്
പ്രവാചകനോട് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടി സഹാബാക്കള് മത്സരിക്കുകയായിരുന്നു. അതാണ് വഖറൽതുമുല്ലാഹ ഖർളൻ ഹസന. അപ്പോ ഈ സംഗതികളൊക്കെയും ചെയ്താൽ, ഒന്ന് നമസ്കാരം, 2 സക്കാത്ത്, ഇതിൻ്റെയൊക്കെ വിശാലമായ അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 3-മത്തേത് പ്രവാചകരിൽ വിശ്വസിക്കുക, 4-മത്തേത് അവരെ സഹായിക്കുക, 5-മത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഇത് അഖറൽതുമുല്ലാഹ ഖർളൻ ഹസന എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാണ്. അപ്പൊ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് എന്താണ്? അള്ളാഹുവിന് കൊടുക്കുന്ന കടമാണ് എന്ന് കുറിക്കാനാണ് വഖറൽതുമുല്ലാഹ ഖർളൻ ഹസന. അപ്പൊ നേരത്തെ ലഇൻ എന്ന് പറഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ ചെയ്താൽ, ഇപ്പോ നിങ്ങൾ അങ്ങോട്ട് പോയാൽ എന്ന് പറയുമ്പോൾ അതിനൊരു ജവാബ് ഉണ്ടാവും അറബി ഭാഷയിൽ. അതാണ് അടുത്തത് ല ഉകഫിറന്ന. ല ഉകഫിറന്ന. ഈ എന്താണ്, റായിന്റെ മുമ്പ് കസ്ർ വന്നാല് സാധാരണ ല ഉകഫിറന്ന എന്നും ആളുകൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ഓക്കെ, ല ഉകഫിറന്ന. കഫറ ല എന്നുള്ളത് അതിന്റെ ജവാബാണ്, ല ഇൻ എന്നുള്ളതിന്റെ ഇൻ എന്നുള്ളതിന്റെ ജവാബാണ് ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നമ്മൾ ഇത് ചെയ്യും എന്ന് പറയുന്ന ല ഉകഫിറന്ന. തീർച്ചയായും ഞാൻ മറക്കുക തന്നെ ചെയ്യും. കഫറ, കാഫിർ നമ്മൾ മുമ്പ് പറഞ്ഞു. കഫറ എന്ന് പറഞ്ഞാല് വിത്ത് മറച്ചു വെക്കുക, കർഷകനാണ് കാഫിർ, സത്യം മറച്ചു വെക്കുന്നവനാണ് സാങ്കേതിക ഭാഷയിലെ കാഫിർ. അപ്പൊ അതാണ് കഫറ. അതിന്റെ ഏറ്റവും, ഞാൻ നേരത്തെ നമ്മൾ വേറെ ഏതൊരു പദം വന്നല്ലോ, ഇപ്പൊ കുറച്ചു മുമ്പ് എന്തായിരുന്നു? അസറ. അസറ നമ്മൾ എന്താക്കി? അസറ എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർ കൂട്ടി. അതുപോലെയാണ് ഇവിടെ കഫറ. കഫറ കഫറ എന്ന് പറഞ്ഞാല് ആഴത്തിൽ കുഴിച്ചിട്ട് ഇനി ആര് മാന്തിയാലും പുറത്തു വരില്ല എന്ന് പറഞ്ഞാല്, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത കുറച്ച് തെറ്റുകൾ ഉണ്ടാവും. അപ്പോ ഞാനൊരു തെറ്റ് ചെയ്ത് ബഷീർക്കാക്ക് അതറിയാം, നിങ്ങളെ ഇടയിൽ വെച്ചിട്ട് മൂപ്പരാതാണ്ട് ഇട്ട് പുറത്ത് കിട്ട്, എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അങ്ങനെ പുറത്തു കിടുമ്പോ എന്നെ സങ്കടപ്പെടുത്തുന്നത്, നിങ്ങൾ അറിയുന്നത് എന്നെ സങ്കടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എന്നെ വ്യസനിപ്പിക്കുന്ന കാര്യമാണ് സയ്യിഅത്ത്, സയ്യിആത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് തെറ്റുകൾക്ക് പല രീതികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആംഗിളുകളുണ്ട് അറബി ഭാഷയിൽ. ദംബ് എന്ന് പറയും, സയ്യിആത്ത് എന്ന് പറയും, അങ്ങനെ ഓരോന്ന് സാധനങ്ങൾ പറയും. അപ്പോ സാ എന്നുള്ളതിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? സയ്യിആത്ത് എന്ന് പറയുന്നത്. സാ എന്ന് പറയുന്നത് എന്താണ്? മോശമാവുക, മോശമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സങ്കടപ്പെടുത്തുക, നമുക്ക് വിഷമം ഉണ്ടാക്കുക. ഇപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ എന്നെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് സയ്യിആത്ത് എന്ന് പറയുന്നത്, കാരണം എന്റെ തെറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ഒരു പദമാണ്, ഇതിൽ നിന്ന് തന്നെ വന്ന പദമാണ് സൗഅത്ത് എന്ന് പറയുന്നത്. സൗഅത്ത് എന്ന് പറഞ്ഞാൽ നഗ്നത എന്നാണ്. നഗ്നത എന്ന് പറഞ്ഞാൽ എന്റെ നഗ്നത നിങ്ങൾ കാണുന്നത് എന്നെ വിഷമിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ നിന്നാണ് ഈ പദങ്ങളൊക്കെ സയ്യിഅത്ത്, സൗഅത്ത്, സൂഅ് എന്നൊക്കെ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് സയ്യിആത്ത്. അപ്പൊ ഇവിടെ ഞാൻ ആകെ സങ്കടപ്പെടുന്നത് നാളെ പരലോകത്ത് വരുന്ന സമയത്ത്, പരലോകത്തായാലും ഇഹലോകത്തായാലും നമ്മൾ ചെയ്തു പോയ തെറ്റുകള് അല്ലെങ്കിൽ ആളുകള് കുറച്ചു പുറത്തേക്ക് ഇട്ടാൽ അതോടുകൂടി എന്റെ മാനം പോയി, അതോടുകൂടി ഞാൻ അങ്ങേയറ്റത്തെ സങ്കടത്തിലായി. അതാണ് സായിൽ നിന്ന് സയ്യിഅത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ പുറത്തിടപ്പെടുമെന്ന് അല്ലെങ്കിൽ പുറത്തിടപ്പെടുന്നത് എന്നെ വഷളാക്കുമെന്ന് ഭയപ്പെടുന്ന എന്റെ കൃത്യങ്ങളൊക്കെയും അള്ളാഹ് ആഴത്തിൽ കുഴിച്ചു മൂടും എന്ന് പറയുന്ന സാധനമാണ് കഫറ എന്ന് പറയുന്നത്. അള്ളാഹ് പറയാണ് അത് പിന്നെ പുറത്ത് വരൂല. നിങ്ങൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ചെയ്താല് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകള് അത് പുറത്ത് വരാതെ ആര് നോക്കും? അത് ഞാൻ നോക്കും. അത് ഞാൻ നോക്കുമെന്ന് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ്. എന്ത്? ലാ ഉകഫിറന്ന അൻകും സയ്യിആതികും. നമുക്ക് ആദ്യം വേണ്ട സാധനം അതാണ്. കാരണം ദീനിന്റെ മാർഗത്തിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഒരു ബേജാറുണ്ടാവും. ഞാൻ മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു, ഇതൊക്കെ ചെയ്തിരുന്നു, ഇതൊക്കെ ആൾക്കാർ പുറത്തു വരുമല്ലോ, അല്ലെങ്കിൽ അതോടുകൂടി ഞാൻ ആകെ നാറുമല്ലോ,
അള്ളാഹ് പറയാണ്, നിങ്ങൾ ഈ നന്മകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ആര് മറച്ചു വെക്കും? അതൊക്കെ ഞാൻ മറച്ചു വെക്കും. ആർക്കും മാന്തി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ മറച്ചു വെക്കും എന്ന് പറയാനാണ് ല ഉക്കഫിറന്ന. ലാമ് തഅ്കീദിനെ കുറിക്കുന്നതാണ്. കഫറ എന്ന് പറയുന്നത് ആഴത്തിൽ ആർക്കും കിട്ടാത്ത രൂപത്തിൽ കുഴിച്ചു മൂടുന്നതാണ്. അവസാനത്തെ നൂനും എന്താണ്? തഅ്കീദാണ്, തീർച്ചയായും എന്ന് പറയുന്നതാണ്. എത്ര മനോഹരമാണ് പ്രയോഗം. ല ഉക്കഫിറന്ന അൻകും സയ്യിആതിക്കും. ഇതിന്റെ മറ്റൊരു വേർഷനാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്. നന്മകൾ തിന്മകളെ ഇല്ലാതാക്കും എന്ന് പറയുന്നത്. അതാണല്ലോ ഇപ്പൊ ഇത്രയും നേരം കുറെ നന്മകൾ പറഞ്ഞു. ആ നന്മകളൊക്കെ ചെയ്താല് സയ്യിഅത്തുകളെ ആര് കുഴിച്ചു മൂടും? അള്ളാഹു കുഴിച്ചു മൂടും എന്ന് പറയുന്നത്. ല ഉകഫിറന്ന അൻകും സയ്യിആതിക്കും. നിങ്ങളുടെ പാപങ്ങളൊക്കെയും അള്ളാഹു കുഴിച്ചു മൂടും. പിന്നെയോ വല ഉദ്ഖിലന്നകും, എന്നിട്ട് നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. പാപങ്ങളോടുകൂടി, ഇത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, സ്വർഗം എന്ന് പറയുന്നത് പവിത്രമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഏറ്റവും പവിത്രമായ ഇടമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വർഗം. ആ സ്വർഗത്തിലേക്ക് ആരും പാപങ്ങളുമായിട്ട് കടന്നു ചെല്ലുകയില്ല, പ്രവേശിക്കുകയില്ല. അപ്പൊ അള്ളാഹു എന്തു ചെയ്യും? വിശ്വാസികളെ അവരുടെ പാപങ്ങളിൽ നിന്ന് കഴുകിയെടുക്കും. അതാണല്ലോ ഉകഫിറന്ന അൻകും സയ്യിആതിക്കും. എന്നിട്ട് അടുത്ത സ്റ്റേജാണ് എന്ത്? സ്വർഗത്തിലേക്ക് കടക്കും. വല ഉദ്ഖിലന്നകും. ദഖല പ്രവേശിച്ചു, അദ്ഖല പ്രവേശിപ്പിച്ചു. ക്ലിയർ അല്ലേ? അത് കുറെ ആയത്തുകളിൽ എന്താണ്, ഇത് നിങ്ങളുടെ സ്വർഗമാണ്, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഇദ്ഖുലു, നമ്മളെ സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തെ ആയത്ത് എന്തായിരുന്നു? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ജന്നതി ഫദ്ഖുലി ഫീ ഇബാദി. അതന്നെ ദഖല എന്ന് പറയുന്ന സാധനം, പ്രവേശിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അതിൽ നിന്നുള്ളതാണ് അദ്ഖല എന്ന് പറഞ്ഞാല് പ്രവേശിപ്പിക്കുക. വല ഉദ്ഖിലന്നകും, അവിടെയും ലാമുണ്ട്, അവിടെയും നൂനുണ്ട്. തീർച്ചയായും നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എവിടെ പ്രവേശിപ്പിക്കുക? ജന്നാത്ത്. വളരെ മനോഹരമായ പദമാണ് ജന്നാത്ത്. എന്താണ് ജന്നാത്ത് എന്ന് പറഞ്ഞാല്? പറയും നമ്മൾ ധാരാളം കേട്ട പദാണല്ലോ, എല്ലാരും പറയും. ലിമാദ സുമ്മിയത്തിൽ ജന്നത്തു ജന്നത്തൻ. തോട്ടത്തിന് ജന്നത്ത് എന്ന് പറയാനുള്ള കാരണം എന്താ? എന്താണ് ജന്ന എന്ന് പറഞ്ഞാൽ അറബി ഭാഷയില്? ജന്ന എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് അർത്ഥം. ജിന്ന് പറഞ്ഞാൽ എന്താ? ജിന്ന് പറഞ്ഞാൽ എന്താ? മറഞ്ഞതാണ് ജിന്ന്. ഇങ്ങനെ ആയിക്കൂടെ, അതൊരു ജിന്നായിരുന്നു, അങ്ങനൊന്നും പറയാൻ വെക്കണ്ട. കാണാത്ത സാധനമാണ് ജിന്ന്. ജന്ന എന്ന് പറഞ്ഞാൽ മറയുക എന്നാണ് അർത്ഥം. ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബ. രാത്രി മറയിട്ടപ്പോ എന്നൊക്കെ വിശുദ്ധ ഖുർആനിന് ഭാഷാപരമായിട്ട് ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ തോട്ടം എന്ന് പറയുന്നതിന് എന്താ പറയാ? ജന്നത്ത്. എന്ത് തോട്ട? ജന്നത്ത് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കിയാല് ഉള്ളിലേക്ക് കാണാൻ കഴിയില്ല. ഇലകൾ കൊണ്ട് ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങൾക്കാണ്, അതായത് ഉള്ളു കാണാൻ കഴിയാത്ത, അതിന്റെ ഉൾഭാഗം മറക്കപ്പെട്ട, നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇലകളുള്ള വൃക്ഷങ്ങളുള്ള തോട്ടങ്ങൾക്കാണ് എന്ത് പറയുക? ജന്നത്ത് എന്ന് പറയുക. അതല്ലാണ്ട് ഏതോ 4 ചെടികൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നട്ട് അതിനൊന്നും അറബിയിൽ എന്ത് പറയില്ല? ജന്നത്ത് എന്ന് പറയില്ല. ബുസ്താന്, അങ്ങനെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ. അപ്പൊ ജന്നത്തിന്റെ ഒരു പ്രയോഗം അതാണ്. ഇപ്പൊ ജന്നത്ത് കൊണ്ട് 3 സാധനം ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? നിങ്ങൾ പറയും. ജന്നത്തിൽ എന്തൊക്കെ ഉണ്ടാവും? അതായത് ഈ പദത്തിൽ നിന്ന്, അതായത് നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളുള്ള ഒരു തോട്ടം, അതിലെന്തൊക്കെ ഉണ്ടാവും? പറഞ്ഞോളൂ. ഒന്ന് ഫലങ്ങൾ ഉണ്ടാവും. യെസ്, അശന്ത്. രണ്ടാമത്തേത്
തണലുണ്ടാവും. മൂന്നാമത്തേത് തണുപ്പുണ്ടാവും. ഇത് മൂന്നാണ് മനുഷ്യന് ആവശ്യം. കഴിക്കാൻ ഫലം വേണം, നല്ല തണുപ്പ് വേണം, എന്ന് പറഞ്ഞാൽ ചൂടില്ലാത്ത കുളിര് വേണം എന്നാണ് അതിന്റെ കറക്റ്റ്. പിന്നെന്താണോ? തണലും വേണം. ഇത് മൂന്നും ചേർന്ന സാധനമാണ്. ആ മൂന്നും എന്തിലുണ്ട്? ജന്നത്ത് എന്നുള്ള പദത്തിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ജന്നത്ത് എന്ന് പറയുന്ന സാധനം. അത് കേൾക്കുമ്പോ തന്നെ ഭയങ്കര സംഭവമാണ്. വല ഉദ്ഖിലന്നകും ജന്നാത്തിൻ. അങ്ങനെയുള്ള ഒരു തോട്ടല്ല. അതാണ് അതിന്റെ രസം. അങ്ങനെയുള്ള ഒരു തോട്ടല്ല, ഒരുപാട് തോട്ടങ്ങൾ. അതാണ് ജന്നാത്ത്. ജന്നാത്ത് എന്ന് പറയുന്നത് ജമ്മാണ്. ജമ്മ് മാത്രല്ല, ജമ്മ് നെക്കിറയാണ്. അൽ ജന്നാത്ത് എന്ന് പറഞ്ഞാല് കുറെ തോട്ടങ്ങൾ, എല്ലാവർക്കും അറിയുന്ന പരിചിതമായ തോട്ടങ്ങൾ എന്നാണ്. ജന്നാത്തി എന്ന് പറഞ്ഞ നെക്കിറ പറഞ്ഞാല് ആർക്കും അറിയാത്തതെന്നാ. മാരിഫി നെക്കിറും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ധാരാളം തോട്ടങ്ങൾ. അതാണ് സ്വർഗത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മാല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത എന്നൊക്കെ പറയുന്ന സാധനം. അതാണ് ജന്നാത്തിൻ എന്ന് പറയുന്ന പദത്തിന്റെ പ്രയോഗം. വല ഉദ്ഖിലന്നകും. അപ്പൊ നിങ്ങളെ പാപങ്ങളിൽ നിന്നൊക്കെ മുക്തമാക്കിയിട്ട് അള്ളാഹ് ഈ പറയുന്ന തോട്ടങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും. തോട്ടം എന്ന് പറയുന്നത് ജന്ന എന്നുള്ള പദത്തിൽ നിന്നുണ്ടായതാണ്. ഇതിൽ നിന്നാണ് ജുന്നത്ത്, ഇത്തഖദു വൈമാനഹും ജുന്നത്ത്. നമ്മൾ എല്ലാ പദങ്ങളിലേക്കും കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ജിന്ന് എന്നുള്ള പദം ഇതിൽ നിന്നാണ് ഉണ്ടായത്. ജന്ന എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്. ജിനാന്, കൽബിന് ജിനാന് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ പദപ്രയോഗങ്ങളൊക്കെയും. ഓക്കെ, അപ്പൊ വല ഉദ്ഖിലന്നകും ജന്നാത്തിൻ തജ്രി. ഇനി കുറച്ചും കൂടി ഭാഗങ്ങളുണ്ട്. നമ്മളുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിപ്പിക്കുന്നതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിന് നൽകിയ വാഗ്ദാനം, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന ഗുണങ്ങൾ, നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പുറത്ത് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇടം നൽകുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ആകത്തുക. എന്നിട്ട് അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ പറയാൻ പോകുന്നത്. ഒരു ഫലസ്തീൻ വിഷയമൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഭാഗത്തിന് കുറച്ച് പ്രസക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ സൂറത്തുൽ മാഇദ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമ وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم